ഹലോ ബഡീസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് എൻ്റെ ആൻറ്റിയുടെ ഹൗസ് വാമിംഗ് ആണ്. സോ നമുക്ക് അങ്ങോട്ട് പോകണം. വെൽ പ്ലാൻഡ് ആയിരുന്നു മോർണിംഗ് തന്നെ എത്തണം എന്നൊക്കെ. ബട്ട് ഒന്നും നടന്നില്ല. ഇന്നത്തെ ഡേ ഫുൾ ബിസി ആയിരുന്നു. സാറ്റർഡേയും കൂടെ ആയതുകൊണ്ട് അങ്ങനെ പപ്പ ഒരു 7 o'clock ആകുമ്പോഴത്തേക്കും വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു 6:30 ആകുമ്പോഴത്തേക്കും ഞാനൊന്ന് ഗെറ്റ് റെഡി ആയിട്ട് നിൽക്കാമെന്ന് കരുതി. എനിക്കപ്പോൾ മേക്കപ്പ് ചെയ്യാൻ കുറേ ടൈം വേണം. അതുകൊണ്ട് ഞാൻ ഇത്തിരി നേരത്തെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാറ്. അല്ലെങ്കിൽ ഞാൻ പക്കാ വൈകിക്കും. നൈറ്റ് ആണെങ്കിലും ഒന്ന് ചെറുതായിട്ട് മേക്കപ്പ് ചെയ്തേക്കാമെന്ന് കരുതി. മേക്കപ്പ് ഇല്ലാതെ മേക്കപ്പ് മസ്റ്റാണല്ലോ. ഞാൻ ചെറുതായിട്ടാണ് മേക്കപ്പ് ചെയ്യുന്നതെങ്കിൽ എന്തെങ്കിലും ഒരു ക്രീം, പൗഡർ, ഐലൈനർ, ലിപ് ബാം, ലിപ്സ്റ്റിക്ക് ഇത്രേ മതിയാവുള്ളൂ. അത്യാവശ്യം തരക്കേടില്ലാതെ ഇത്തിരി വലുതായിട്ട് തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ അതിന് ഞാൻ എന്തൊക്കെ യൂസ് ചെയ്യുന്നത് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. എന്തായാലും ഞാൻ ഒരു ക്രീമൊക്കെ ഫേസിൽ അപ്ലൈ ചെയ്താൽ നന്നായിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുത്ത് ഫേസ് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ പൗഡർ, അത് ഞാൻ അധികം യൂസ് ചെയ്യാറില്ല. സാധാരണ ഞാൻ നോർമലി യൂസേ ചെയ്യാത്ത സാധനമാണ്. ബട്ട് ഇന്നെന്തോ ഞാൻ അതും കൂടെ അപ്ലൈ ചെയ്തു ഫേസിൽ. ചില സമയങ്ങളിൽ ഞാൻ ഐലൈനർ എഴുതുമ്പോൾ അതൊട്ടും കാണത്തേ ഉണ്ടാവില്ല. ബട്ട് അതേപോലെ തന്നെ ചില സമയങ്ങളിൽ ഞാൻ ഐ സെറ്റ് ചെയ്യാൻ നേരത്ത് നല്ല ഡാർക്കായിട്ട് കാണുകയും ചെയ്യും. ഒന്നെങ്കിൽ കൂടും അല്ലെങ്കിൽ കുറയും. അപ്രതീക്ഷിതമായിട്ടാണ് എനിക്ക് മീഡിയം ലെവലിൽ കിട്ടാറ്. ഇന്നെന്തോ ഭാഗ്യത്തിന് എനിക്ക് മീഡിയം ലെവലിൽ തന്നെ കിട്ടി. പിന്നെ എനിക്ക് വീഡിയോ നോക്കി ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ മിറർ നോക്കി ഐയും സെറ്റ് ചെയ്തു. ഐലൈനറൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായാലും ഐഷാഡോ ആയിരിക്കും. അങ്ങനെ എനിക്ക് തോന്നിയ ഒരു വൈറ്റ് കളേർഡ് ഇത്തിരി സിൽക്കി ആയിട്ടുള്ളതാണ് കേട്ടോ ഞാൻ അപ്ലൈ ചെയ്തത്. നെക്സ്റ്റ് പിന്നെ പറയാനുണ്ടോ, ലിപ് ബാം ആൻഡ് ലിപ്സ്റ്റിക് മസ്റ്റാണ്. ഒന്നും ചെയ്തില്ലെങ്കിലും അതിടാതെ പോകാമെന്ന് വെച്ചാൽ മോശമാണ്. അതുകൊണ്ട് അത് ഞാൻ എന്നും യൂസ് ചെയ്യുന്ന സാധനം തന്നെയാണ്. ലിപ്സ്റ്റിക്ക് ഞാൻ അധികം ഓവറാക്കി യൂസ് ചെയ്തില്ല. ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്തതേ ഉണ്ടായിരുന്നുള്ളൂ ലിപ്പിൽ. ബാക്കി എൻ്റെ ഫിംഗേഴ്സിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ അത് ബ്ലഷാക്കി യൂസ് ചെയ്യും ഗൈസ്. ഫേസൊക്കെ മൊത്തം സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഹെയർ എന്ത് ചെയ്യുന്ന ആലോചിച്ചത്. ഹെയർ എപ്പോഴത്തേയും പോലെ എനിക്ക് പെട്ടെന്ന് എന്താ ചെയ്യേണ്ടതെന്ന് കിട്ടിയില്ലെങ്കിൽ ഞാൻ കുറേ നേരം അത് വെറുതെ ഞാൻ കോംബ് ചെയ്ത് കളിക്കും. അങ്ങനെ ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ ഓൾമോസ്റ്റ് ഫുൾ ടൈം ഞാനത് കോംബ് ചെയ്തുകൊണ്ട് തന്നെ എൻ്റെ പകുതി ടൈം കളഞ്ഞു. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ആലോചനയിലായിരിക്കും എങ്ങനെ കെട്ടും എന്ത് ചെയ്യുന്നുണ്ട്. എപ്പോഴത്തേയും പോലെ ഞാൻ കുറേ നേരം കോംബ് ചെയ്ത് കളിച്ച് കുറേ നേരം ആലോചിച്ച് വെക്കും എങ്ങനെ കെട്ടുന്നത്. അവസാനം ഞാൻ പതിവ് പോലെ ഒന്നെങ്കിൽ പൊണിറ്റയിലിട്ട് അല്ലെങ്കിൽ മുടി അഴിച്ചിടും. അതന്നെയായിരിക്കും പതിവ്. ഇന്നെന്തായാലും നമ്മൾ പൊണിറ്റയിൽ തന്നെയാണ് കെട്ടിയത്. ഫസ്റ്റ് ഒരു ലൈറ്റ് ആയിട്ടുള്ള ബൺ യൂസ് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ കൂടി ഞാൻ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ബണ്ണുകൾ സെറ്റ് ചെയ്ത് വെച്ചു. ഹെയർ ബണ്ണിൽ അങ്ങനെ വലിച്ചെടുക്കാൻ നല്ല പാടാണ്. എനിക്ക് ഹെയർ മാത്രം എത്ര എന്തൊക്കെ ചെയ്താലും സെറ്റ് ആവത്തില്ല. അവസാനം എന്തെങ്കിലും കാണിച്ചിട്ടായിരിക്കും ഞാൻ നോക്കി വെക്കുക. ഒന്നാമത് നല്ലോണം ക്യാമറ ബ്ലർഡ് കൂടിയാണ്, അധികം ക്ലിയർ അല്ല. പിന്നെ ഞാൻ എനിക്ക് വേണ്ടത്ര ഹെയർ ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് എനിക്ക് നിറച്ച് ഫ്രണ്ട് ആൻഡ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ല ഇഷ്ടമായിരുന്നു. ഇപ്പം എനിക്കത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ വേണ്ടത്ര ഹെയർ സെറ്റ് ആക്കിയിട്ട് ബാക്കി അതിനെ ക്ലിക്ക് ചെയ്തിരുന്നു. കുറേ നേരം എനിക്ക് ഹെയർ സെറ്റ് ചെയ്യാൻ എത്ര സിമ്പിളായിട്ട് ചെയ്യുന്നതാണെങ്കിൽ കുറേ നേരം എടുക്കും. ഞാനൊരു 2 റിങ് എടുത്ത് കയ്യിലിട്ടിട്ട് അവസാനം ഒരെണ്ണം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഞാൻ അതിലായിട്ട് ലൈറ്റായിട്ടുള്ളത് കയ്യിലെടുത്തിട്ട് ഒരെണ്ണം ഊരി വെച്ചു ഗൈസ്. എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ മാലയിടുന്ന കാര്യം ഒന്നും ഓർക്കും കൂടി ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് ആലോചിച്ചപ്പോൾ അതും കൂടെ ഒന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടു ഒരെണ്ണം എടുത്തിട്ടു. വാച്ച് ഇടാൻ എനിക്ക് നല്ല ടൈം എടുത്തു. കാരണം എന്താണെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടെ, അതെന്തോ സെറ്റ് ആവുന്നുണ്ടായിരുന്നില്ല. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അതിട്ട് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഏതൊരു പാർട്ടി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇത്രയും വൈകിയത്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ അത് തിരക്കേടില്ലാതെ ഞാൻ വേറെ ഒന്നും മാറ്റിയിട്ടു. പിന്നെ ഞാൻ അത് അവിടെ നിന്ന് ഓടി ചെന്ന് ടവലൊക്കെ എടുത്ത് മടക്കി കയ്യിൽ സെറ്റാക്കി വെക്കുന്നുണ്ട്. എൻ്റെ അനിയനെ കൊണ്ടൊരു ഹായ് പറയാൻ ഞാൻ ഗൈസ്. ഇനി കഴിഞ്ഞപ്പോഴാണ് അമ്മ പറഞ്ഞത് പപ്പ വന്നിട്ട് കുറേ നേരം ഇനി ഇതുവരെ ഒരുങ്ങി കഴിഞ്ഞില്ലായിരുന്നു. എന്നിട്ട് ഞാൻ പിന്നെ ഓടി ചെന്ന് ഷൂസ് ഇട്ട് കാറിലേക്ക് ഓടി കയറി. നമ്മുടെ വീടൊരു വൈൽഡ് സൈഡിലാണ് കേട്ടോ. പപ്പ ഒരു ഹായ് ഒക്കെ ക്യാമറ നോക്കി പറയുന്നുണ്ട്.
നമ്മൾ പോകുന്നെങ്കിൽ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. വേറെ ഒന്നല്ല, അമ്പലത്തിൽ ഉത്സവവും പള്ളിപ്പെരുന്നാളും എല്ലാം കൂടെ മിക്സ്ഡ് ആയിരുന്നു. റോഡിൽ ഭക്ഷണവും താലവും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ വീട്ടിലെത്തി. കുറേ പേര് ക്യാമറയ്ക്ക് പോസ് ചെയ്തിട്ട് പോകുന്നുണ്ട്. കുറേ പേര് ക്യാമറ കാണുമ്പോഴത്തേക്ക് ഓടുന്നുണ്ടായിരുന്നു. എല്ലാവരും എൻ്റെ ക്യാമറയിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുമായിരുന്നു ഗൈസ്. ഞാൻ അവരുടെ വീഡിയോ എടുക്കുന്നുണ്ട്, എൻ്റെ വീഡിയോ വേറെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന പറഞ്ഞ് കുറേ പേര് എൻ്റേത് എടുക്കുന്നുണ്ടായിരുന്നു. ഇതാണ് വൺ ഓഫ് ദ മെയിൻ പേഴ്സൺ ഫോർ ടേക്കിംഗ് മൈ വീഡിയോ. എൻ്റെ ക്യാമറ കണ്ട് ഓടിപ്പോകുന്നതിലൊരു മെയിൻ ആളാണ് കേട്ടോ ഇത്. ബട്ട് ഞാൻ ഒരാളെയും വെറുതെ വിട്ടില്ല. ഞാൻ എല്ലാവരും നേരത്തെ പിടിച്ച് വീഡിയോ എടുത്തുകൊണ്ട് തന്നെ നിൽക്കുമായിരുന്നു. ഞാൻ പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ഒരാൾ ഫോണിൽ തന്നെയായിരുന്നു ഗൈസ്. പിന്നെ നമ്മളെല്ലാവരോടും ബായ് ഒക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞ പോലെ തിരിച്ചു പോകാൻ നേരത്തും നല്ല ബ്ലോക്ക് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ നേരെ കാറിൽ കയറി വേഗം സ്ഥലം വിട്ടു. നേരത്തെ പോയില്ലെങ്കിൽ എന്തായാലും ബ്ലോക്കിൽ പെടുന്ന ഷുവറാണ്. പോകുന്ന വഴിക്ക് താലമൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് ആനേനെയൊക്കെ കാണാൻ പറ്റി. 2 ആനയിട്ടുണ്ടായിരുന്നു ഗൈസ്. ഞാൻ ആദ്യമായിട്ടാണ് അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെ ഫസ്റ്റ് ടൈം കാണുന്നത്. പിന്നെ നമ്മൾ വീട്ടിലെത്തിയപ്പോഴത്തേക്കും നല്ല ടയേർഡായിരുന്നു. ഞാൻ കാറിലിരുന്ന് ഉറങ്ങുമായിരുന്നു. വീടെത്താറായപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് ഗൈസ്. ഷൂസൊക്കെ ഊരി പെട്ടെന്ന് ഞാൻ വീട്ടിൽ കയറി ഗൈസ്. കാരണം എനിക്ക് അത്രയ്ക്ക് ഒട്ടും വയ്യായിരുന്നു. നല്ല തലവേദനയൊക്കെ ഉണ്ടായിരുന്നു. ആകെപ്പാട് മൊത്തത്തിൽ ടയേർഡായി. പിന്നെ ഞാൻ ഇട്ടുകൊണ്ട് പോയ സാധനങ്ങളൊക്കെ ഊരി വെച്ച്. മെയിൻലി ഈ വാച്ച് എനിക്ക് കൈ കിടക്കുമ്പോൾ എന്തോ ഒരു ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. എന്നാലും ഞാൻ അത് ഇട്ടുകൊണ്ട് പോകുന്നു മാത്രം. ഈ ഫേസിൽ ഞാൻ എന്തെങ്കിലും മേക്കപ്പ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ അപ്പം അതെനിക്ക് ഓയിൽ ഉപയോഗിച്ച് തിരിച്ച് വന്നു കഴിയുമ്പോൾ എല്ലാം ക്ലിയർ ഔട്ട് ചെയ്ത് കഴിയണം. ഇല്ലെങ്കിലും എനിക്ക് നല്ല ഇറിറ്റേഷൻ ആയിരിക്കും. ഓയിലൊക്കെ സെറ്റ് ചെയ്ത് ഫേസൊക്കെ വാഷ് ചെയ്ത് എല്ലാം മൊത്തത്തിൽ സെറ്റ് ചെയ്ത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഹെയറും ഞാൻ എപ്പോഴും രാത്രി കിടക്കാൻ നേരത്തെ പിന്നി കെട്ടിയിട്ട് കിടക്കുകയാണ് ചെയ്യുക. ഞാൻ എൻ്റെ ഹെയറിൽ അനാവശ്യത്തിനും അധികമായിട്ട് തന്നെ ക്ലിപ്പ് കുത്തി വെച്ചുകൊണ്ട് അതൊക്കെ ഊരിയെടുക്കാൻ തന്നെ എനിക്ക് കുറേ സമയം എടുത്തു. പിന്നെ ഞാൻ നന്നായിട്ട് ഹെയർ എപ്പോഴത്തെ പോലെ കോംബ് ചെയ്തിട്ട് ഞാൻ പിന്നെ കെട്ടി. എനിക്ക് പിന്നെ കുറേ നേരം എടുക്കുന്നതുകൊണ്ട് അതൊന്നും എനിക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല. കാരണം 1 മണിക്കൂർ അങ്ങനെ തന്നെ പോകും. എപ്പോഴും കിടക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ വെള്ളം കുടിക്കുന്നത് എനിക്കൊരു പതിവ് ശീലം. ഞാൻ പിന്നെ ക്യാമറ നോക്കി എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ട് ഗൈസ്. പിന്നെ സ്വിച്ച് ഓഫ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ, ഷെയർ ചെയ്യുക. ടാറ്റാ ബൈ ബൈ, സീ യു.